ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുന്നു. സ്വർണ്ണ മോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഈ ഉപരോധ സമരത്തിന്റെ ഭാഗമാണ്. കനത്ത മഴയും നനഞ്ഞാണ് നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. സാരംഗ് സുധാകരൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഇന്നലെയാണ് സെക്രട്ടേറിയറ്റ് വളയിലും ഈ രാപ്പകൽ സമരവും ബിജെപിയുടെ ആരംഭിച്ചത്. ഇന്നും അത് തുടരും എന്നുള്ളതാണ് സാഹചര്യം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, എങ്ങനെയാണ് ഈ ഉപരോധ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം കനത്ത രീതിയിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇതിനു മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയതുപോലെ തന്നെയുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് മുഴുവൻ വളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതായത് 3 ഗേറ്റും സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക്. പക്ഷേ പോലീസ് എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇതിന് പ്രതിരോധിക്കാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും ഇങ്ങോട്ടെത്താൻ ഉള്ള വഴികൾ എല്ലാം അടച്ചുകൊണ്ട്, അതായത് ഈ ഒരു സമര ഗേറ്റ് ഒഴികെ മറ്റൊരു ഗേറ്റും ഇപ്പോൾ സമരക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ പോലീസ് അടച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയം കൂടുതൽ രാഷ്ട്രീയ തരത്തിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുതിർന്ന നേതാക്കളടക്കം ഇവിടെ മഴയത്ത് ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ ഈ ഒരു സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അത്ര പരിചിതമല്ലാത്ത ഒന്നാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം അത് ഈ സർക്കാരിനെതിരെയുള്ള ഈ ഒരു വലിയൊരു പ്രതിഷേധമായി മാറാൻ ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വളരെയധികം ഇത്തരത്തിലുള്ള പ്രവർത്തകരെത്തിയിട്ടുണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം, അതായത് രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി ഈ ഒരു സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക്, അതായത് ഈ ഒരു ഭരണ സംവിധാനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി അടക്കം അർദ്ധരാത്രി 1 മണി 2 മണി വരെയും ഈ ഒരു പ്രവർത്തകർ ഉറങ്ങാതെ തന്നെ ഇതിനു മുൻപ് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി ഇതിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. ഇത് ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂട്ടുക, അതായത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല ഇത് ദേശീയ തലത്തിലേക്ക് ഉയർത്തുക എന്നൊരു കൃത്യമായ ഒരു ഉദ്ദേശവും കൂടി ഇതിൽ BJPയുടെ ഭാഗത്തുണ്ട്. രാഷ്ട്രപതി ഇത്തരത്തിൽ കേന്ദ്രത്തിലടക്കം ഈ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അറസ്റ്റുണ്ട്. മാത്രമല്ല അന്വേഷണ സംഘം രാഷ്ട്രീയ തലത്തിലേക്ക് ഉന്നതിലേക്ക് അടക്കം എത്താനുള്ള സൂചനയുണ്ട്. അതിന് വിശ്വാസ സമൂഹത്തിന്റെ ഈ ഒരു BJPയുടെ നേതൃത്വം ഈ ഒരു വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക, ഈ ഒരു കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുക എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തകരുടെ കുറവാണെങ്കിലും കൂടുതൽ ഇത്തരത്തിൽ നമുക്ക് പ്രതികരണങ്ങൾ നോക്കാം. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് കൂടുതൽ സമരങ്ങളിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സ്തംഭിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നടക്കുകയാണ്. തീർച്ചയായും ഇതൊരു സൂചന മാത്രമാണ്. ഇന്നത്തെ ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ തുടക്കം മാത്രമാണ്. ഇത് വഴിയോരങ്ങളിലേക്ക് വ്യാപിക്കും. പിണറായി വിജയനെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും താഴെ ഇറക്കുന്നത് വരെ ഈ സമരം BJP തുടരുന്നതാണ്. സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തീർച്ചയായും അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ചുമതലപ്പെട്ടവരെ സംസാരിക്കും. ഇതിനുശേഷം കൂടുതൽ പ്രവർത്തകർ എത്തുമോ? കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗേറ്റുകളും അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സാരമില്ല. പോലീസ് എപ്പോഴും ഞങ്ങളുടെ പ്രതിഷേധത്തിനെതിരായിട്ടേ നിന്നിട്ടുള്ളൂ. അവരുടെ പോലീസാണ്, പിണറായിയുടെ പോലീസാണ്.
അത്തരത്തിലാണ് ഇതിന് പോലീസ് സംവിധാനങ്ങൾ ഒന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ അന്ന് വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുക? രാപ്പകൽ സമരമാണ്. പിണറായി സർക്കാർ രാജിവെക്കുന്നതിന് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുൻപോട്ട് പോകും. ശബരിമല കൊള്ളയടിക്കാൻ ഇനി സമ്മതിക്കുന്നു. കൃത്യമായി ഉന്നതരിലേക്ക് അടക്കം എത്തുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തണമെന്നാണ് ആവശ്യം. അതുവരെ ഞങ്ങൾ സമരവുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഓരോ പ്രവർത്തകരും കൃത്യമായി ഊർജ്ജസ്വലരായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു പ്രക്ഷോഭം നടത്തുക എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ പ്രവർത്തകർ കുറവാണെങ്കിലും ഈ ഒരു പോലീസ് സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ സെക്രട്ടേറിയറ്റ് ഒരു കേരളമുടനീളമുള്ള പ്രവർത്തകർ, പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുമെന്നും സൂചനയുണ്ട്. ഇത് ഈ ഒരു പ്രക്ഷോഭം അത് സ്വർണ്ണക്കൊള്ളയിൽ ബിജെപിയുടെ അടുത്ത നീക്കമായിട്ടാണ് മുഴുവനായി കണക്കാക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുക. ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു അടക്കം അറസ്റ്റ് ചെയ്ത് കൂടുതൽ അറസ്റ്റിലേക്ക് തൊട്ടടുത്ത ദിവസം കടക്കുമെന്ന് പറയുന്നു. അതെല്ലാം ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കിട്ടിയ ഒരു അവസരം ബിജെപിയുടെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദി കൂടിയാക്കി മാറ്റുകയാണ് പാർട്ടി എന്നുകൂടി മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും. കാരണം ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. മറ്റ് മുൻപുള്ളതിനേക്കാൾ ഏറെ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ ഈ ഒരു ബിജെപി നേതൃത്വത്തിനുണ്ട്. ഈ ഒരു കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് നേടുന്നതിനേക്കാൾ ഈ ഒരു നഗരസഭ പിടിക്കുക എന്നാണ് ബിജെപിയുടെ വളരെ വലിയൊരു ആവശ്യം. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം അവരുടെ വലിയൊരു ആവശ്യമാണ്, ശക്തിപ്രകടനമാണ്. ഇതിൽ കൃത്യമായി സർക്കാരിനെതിരെ നിലപാട് സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല വിശ്വാസ സമൂഹത്തെ കൂടെ നിർത്താനും വേണ്ടിയാണ് ഈ ഒരു പ്രക്ഷോഭം എന്ന കാര്യം തീർച്ചയാണ്. ഇതിനൊപ്പം തന്നെ ഈ ഒരു അന്വേഷണത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതായത് ഇടത് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ ഒരു കൊള്ള കൂടുതൽ ഉന്നതരിലേക്ക് എത്തണമെന്നൊരു ആവശ്യമുണ്ട്. അത് കേരളത്തിലുടനീളമുള്ള വിശ്വാസ സമൂഹത്തെ ഇത്തരത്തിൽ കൂടെ നിർത്താനുള്ള ഒരു ശ്രമവും ഒപ്പം വരുന്ന കോർപ്പറേഷൻ മാർച്ചിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന ഒരു ആവശ്യം കൂടി, ഒരു ലക്ഷ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഇപ്പോൾ ഉന്നത നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് കഴിയുന്നതോടുകൂടി മുതിർന്ന നേതാക്കളടക്കം എല്ലാ നേതാക്കളും സ്ഥലത്തേക്ക് എത്തും. ഈ ഒരു സമര ഗേറ്റിൽ നിന്നും മറ്റ് 2 ഗേറ്റിലേക്കും മറ്റ് 3 ഗേറ്റിലേക്കും ഈ ഒരു സമരം വ്യാപിപ്പിക്കും. ഒരു വലിയൊരു പ്രക്ഷോഭമാണ് തലസ്ഥാനത്തെ കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയാണ് തലസ്ഥാനത്തും തെക്കൻ ജില്ലകളിൽ മുഴുവൻ. ആ മഴയെ വകവെച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഇവിടെ തുടരുന്നു. മുതിർന്ന നേതാക്കൾ, അതായത് സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഇവിടെ തുടരുന്നു. അത് ഈ ഒരു സമരത്തിന് കൂടുതൽ പ്രചോദനമേകിയിട്ടുണ്ട്. തുടർന്നായിരുന്നു പ്രവർത്തകർ ഇവിടെ മുഴുവൻ അർദ്ധരാത്രി മുഴുവൻ പുലർച്ചെ വരെ ഈ സമയം വരെ ഇവിടെ നിന്നും മാറാതെ സമര ഗേറ്റിന് മുൻപിൽ പ്രതിഷേധം ഉപരോധിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനി ഈ ഒരു സമരം എങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും എന്നതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ രൂപവും ഭാവവും മാറുന്നു എന്ന കാര്യം ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം പോലീസ് വളരെ കൃത്യമായി സുരക്ഷ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഒരു ഗേറ്റ് വഴിയും പ്രവർത്തകരെയോ വാഹനങ്ങളെയോ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റൊരാരെയും സെക്രട്ടേറിയറ്റിന്റെ മറ്റൊരു പരിസരത്തേക്കും അവർ എത്താൻ സമ്മതിക്കുന്നില്ല. രാവിലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുമായ കൂടുതൽ ഈ ഒരു ഒന്നും തള്ളും, അതായത് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് ബിജെപി നേതൃത്വത്തിന്റെ ആവശ്യവും. ഇവിടെ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക്, അതായത് ഒരു ഭരണ സംവിധാനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യുക. മാത്രമല്ല ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിലും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, കോർപ്പറേഷൻ, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ബിജെപി നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ഇതിനൊപ്പം തന്നെ പ്രവർത്തകരെ കൂടെ നിർത്തുക, ശക്തമായ പ്രവർത്തകർ കൂടെയുണ്ട് എന്ന കാര്യം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുക. അതായത് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ പിന്നോട്ടില്ല എന്നൊരു ഉറപ്പുകൂടി പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കൂടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുകയാണ്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേർന്നത്.